നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇന്ന് നാളെ 2 ദിവസത്തെ റിസർവാണ്. മറ്റന്നാൾ നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ആരാണ് നിലമ്പൂർ ജയിച്ചെന്നുള്ളത്. അപ്പോൾ നിലമ്പൂരത്തെ ജയം കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കും? എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഷൗക്കത്താണോ സ്വരാജാണോ അല്ലെങ്കിൽ PV അൻവറാണോ ഇതിനെ നിയന്ത്രിച്ചത്? PV അൻവർ ജയിക്കുമെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഞാനിങ്ങനെ പറയുന്നു, എൻ്റെ ഈ 2 ചോദ്യത്തിൻ്റെയും ഉത്തരം എന്താണ്? അല്ല, ആദ്യത്തെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എങ്കിലും എത്രത്തോളം അത് നമ്മളുടെ ഈ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനായിട്ട് പറ്റുന്നതായി മാറിത്തീരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എങ്കിലും അതിന് ചില ഇമ്പാക്റ്റുകളുണ്ട് എന്തായാലും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പലരും ഈ 2026 ട്രെൻഡ് സെറ്ററായിട്ട് കാണുന്നത് ഒരു സൂചകമായിട്ട്. അതായത് സൂചനയാണ്. കാരണം അത് പതുക്കെ ആ രീതിയിലേക്കായിരിക്കില്ല പോവുക എന്നുള്ളത്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് 2026 തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് വരും. നമുക്കതിന് വിധി എഴുതാം. അങ്ങനെയാണ് അത് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ. അതിന് പകരമായിട്ട് LDF ജയിക്കുക എന്ന് വെച്ചാൽ സ്വരാജ് ജയിക്കുകയോ അല്ലെങ്കിൽ സ്വരാജ് നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുകയോ ചെയ്യും എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതും LDFനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഊഴത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന റിസൾട്ടായിട്ട് വായിക്കപ്പെടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം. നമ്മൾ പൊതുവെ ഇത് രണ്ട് എക്സ്ട്രീം കേസുകളാണ്. ആ 2 എക്സ്ട്രീം കേസിലല്ല യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവും വരാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച അയ്യപ്പദാസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അൻവർ ഫാക്ടർ. അതെ സാർ. അൻവറാണ് തെരഞ്ഞെടുപ്പിന് നിർമ്മിച്ചത്. അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണക്കാരനാണ്. അതേപോലെ തന്നെ കാരണക്കാരൻ മാത്രമല്ല, അതിന്റെ കാര്യവും ഇയാളായി മാറുന്ന കാരണം വെച്ചാല് ഈ തെരഞ്ഞെടുപ്പില് ഇയാൾ എത്രമാത്രം അതിൻ്റെ അകത്ത് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന ഒരു സംഭവമായിട്ട് വിധിയിൽ അത് വലിയ എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ അൻവർ ഒരു 15,000 വോട്ടിന്റെ അടുത്ത് പിടിക്കുകയും അതെങ്ങനെ ഈ ഇരുമുന്നണികളെയും ബാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരെവിടെ ജയിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുക. ഇപ്പോൾ LDFന്റെ കണക്കൊക്കെ വന്നു, ബൂത്ത് തല കണക്ക്. ആ കണക്കനുസരിച്ചിട്ട് അവർ പറയുന്നത് 1683 വോട്ട്. സ്വരാജിന് ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവർ അവകാശപ്പെടുന്നത് 80,231 വോട്ട് സ്വരാജിന് കിട്ടും. അത് പക്ഷേ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. LDFനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒപ്പം നിൽക്കുന്ന സമയത്ത് 81,000 വോട്ട് ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഒരിക്കലും സ്വരാജിന് ആ വോട്ട് പിടിക്കാനായിട്ട് കഴിയില്ല. അല്ല, സാറ് പറയുന്നത്, സാറിന്റെ കണക്കൂട്ടിൽ അവർ പറയുന്നത് അല്ല, അത് അതിന്റെ താഴേക്ക് വരും. താഴേക്ക് പോന്നാലും അയാള് ജയിക്കില്ലെന്ന് അതുകൊണ്ട് പറയണമെന്നില്ല. ജയം തീരുമാനിക്കുന്നത് ഒരാൾക്ക് കിട്ടുന്ന വോട്ട് മാത്രമല്ല, എതിരാളിക്ക് കിട്ടുന്ന വോട്ടും അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എതിരാളിക്ക് കിട്ടുന്ന വോട്ട്, ഇവിടെ എതിരാളി എന്ന് പറയുന്ന ഒരാളല്ല, പലരും ഉണ്ട്. പലർക്കുമായിട്ടത് വിഭജിച്ചു പോകുന്നുണ്ട്. SDPIക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് തോന്നുന്നു. സ്ഥാനാർത്ഥിയുണ്ട്. നമ്മൾ ഈ പാലക്കാടൊക്കെ കാണുമ്പോൾ പാലക്കാടൊക്കെ ഉള്ള പ്രത്യേകത എന്താണ്? പാലക്കാട് CPMനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുകളൊക്കെ ഒരു പെട്ടിയിൽ വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. BJP എവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ BJPയിൽ നിന്നും കുറേ വോട്ട് മാറി UDFിലെ ഭാഗത്ത് വന്ന് വീണത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്നത്. പക്ഷേ LDFന്റെ വോട്ട് കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ട് LDFന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വൻ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എതിരായ വോട്ടുകളുടെ എല്ലാം ധ്രുവീകരണമാണ്. അങ്ങനെയാണ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത് നടക്കുമ്പോൾ അവിടെ ഈ എതിരായി വീഴുന്ന വോട്ടുകളൊക്കെ ചിതറിപ്പോകുന്നതിന് പകരം
അത് ധ്രുവീകരിച്ച് ഒന്നിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാജയം സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അതല്ല സംഭവിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അവർക്കെതിരായിട്ട് വീഴേണ്ട വോട്ടുകൾ പലതായി ചിതറിപ്പോയി എന്നുള്ളത്. ഒന്ന്, ഷൗക്കത്ത് കുറവ് വോട്ട് പിടിക്കുന്നു. 2, അൻവർ കുറവ് വോട്ട് പിടിക്കുന്നു. 3, BJP കുറവ് വോട്ട് പിടിക്കുന്നു. 4, SDPI കുറവ് വോട്ട് പിടിക്കുന്നു. ഇതെല്ലാം സത്യത്തിൽ LDFിനെതിരായ വോട്ടുകളാണ്. ആ വോട്ടുകളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ആന്റി ഇൻകംബൻസി ഫാക്ടർ ആയിട്ട് വരേണ്ട സാധനങ്ങളാണ്. അതെല്ലാം കൂടി ഒരുമിച്ചാണ് വന്ന് വീഴുന്നതെങ്കിൽ LDF വൻ ഭൂരിപക്ഷത്തിന് തോറ്റു പോകണ്ടേ? അപ്പോൾ സാറ് പറയുന്നത്, സാർ നമ്മൾ ഇപ്പോൾ ഇവരുടെ ഒരു വിലയിരുത്തൽ 80,000 വോട്ട് അവർക്ക് കിട്ടുമെന്ന് പറയുന്നില്ലേ, അത് സ്ഥാനാർത്ഥിയുടെ മാഹാത്മ്യം കൂടെ കണ്ടിട്ടാണ്. എം സ്വരാജിന്റെ കുറെ വോട്ട് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. അല്ല, ഇതിന്റെ എം സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ്, തർക്കമില്ലാത്തൊരു കാര്യം. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ 45% മുസ്ലിം വോട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഹിന്ദു വോട്ട് 1,00,000 മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യനായ ഒരു CPM സ്ഥാനാർത്ഥി. കാരണം പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുമ്പോൾ അദ്ദേഹം എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉള്ള കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന നിലപാടുകളുടെ പ്രസക്തിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യാവുന്നതായിട്ടുള്ള CPMന്റെ ഏറ്റവും നല്ല കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് മികച്ചതാണ്. അരയുടെ ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായിട്ട് ആ മത്സരം മാറുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥികളുടെ മത്സരം കൊണ്ട് മാത്രം പൂർത്തിയാകുന്നതല്ല. അതിനോടൊപ്പം കൂടെ നിൽക്കുന്നതായിട്ടുള്ള ചീത്ത സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. UDFന് കിട്ടേണ്ട മുഴുവൻ വോട്ടുകളെയും ഏകീകരിപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ. അപ്പോൾ സാറ് പറയുന്നത് കഴിഞ്ഞിട്ടില്ല അവർക്ക്, അതാണ് പ്രശ്നം. അല്ല സാർ, എൻ്റെ സംശയം, സാറ് പറയുന്നത് PV അൻവറിനെ ഇവർ കൂടെ നിർത്താത്തത് ഒരു പരാജയമായിരുന്നു അല്ലേ സാർ? അല്ല, PV അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിജയിച്ചേനെ. അവരുടെ ശതമാനം തന്നെ എത്ര കൂടിയേനെ. അതെ, അതിപ്പോ അത് നടന്നില്ല. അത് നടക്കാത്തതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ ഷൗക്കത്തിനെ മാറ്റണമെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി വൈരാഗ്യമായിരിക്കും. അല്ല, ഇതിന്റെ ബിസിനസിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെങ്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ആ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് കിട്ടുന്ന വോട്ടുകൾ പലതായിട്ട് ചിതറിച്ച് അയാൾക്ക് കിട്ടേണ്ട മുഴുവൻ വോട്ടുകൾ അയാൾക്ക് നേടിക്കൊടുത്ത് അങ്ങനെയാണ് വിജയം ഉണ്ടാക്കുന്നത്. അതെ, ആ സ്ട്രാറ്റജിയിൽ CPM വിജയിച്ചിട്ടുണ്ട്, പലതായിട്ട് ചിതറിപ്പിക്കുന്ന കാര്യം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 3 4 ഒക്കെ ആയിട്ട് ചിതറിപ്പോയി. SDPI പോലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇപ്പൊ പാലക്കാട് അങ്ങനെയല്ലേ, SDPI അതേപോലെ തന്നെ ജമാഅത്തിന്റെ പിന്തുണ കിട്ടിയ നമ്മൾ പറയാൻ വിട്ടുപോയി. ജമാഅത്തിന്റെ പിന്തുണ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഷൗക്കത്തിന്. അല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ SDPI ഒക്കെ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച ആളുകളാണ്. ആ സഹായം ഇവിടെ അതേപോലെ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ SDPI യുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു, അത് വേറെ പോകുന്നു. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സഹായം UDFനുണ്ട് എന്ന് പറയുന്നു. അവരുടെ വോട്ടുകളുടെ എണ്ണം അത്ര കൂടുതലൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പക്ഷേ അവർക്ക് ജയിക്കാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചാൽ ജയിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? എന്താ CPM ചെയ്തുകൊണ്ടിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണി തന്നെ മൊത്തം ഒരു പ്രോ മുസ്ലിം മുന്നണിയാണ് എന്ന് സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഇതെങ്ങനെയാണ് ഭാവി രാഷ്ട്രീയത്തിൽ സ്വാധീനം? അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാനായിട്ട് കഴിയും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPM പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കാൻ പോകുന്നത് UDF എന്ന് പറയുന്നത് ഒരു മുസ്ലിം ആധിപത്യമുള്ള, മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചേർത്ത് അങ്ങനെ ആധിപത്യമുള്ള ഒരു മുന്നണിയായിട്ടാണ് ഇത് വരാൻ പോകുന്നതെന്നോ. ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യമാകാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് UDF പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിച്ചതായി. അങ്ങനെ 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ വാദിച്ചപ്പോൾ സംഭവിച്ച ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ആ വോട്ടുകളെല്ലാം കൂടി എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്നു മുസ്ലിം വിരുദ്ധതയായി. അതൊരു മുസ്ലിം വിരുദ്ധമായിട്ട് മാറി. ഈ മുസ്ലിം വിരുദ്ധത എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പരിപാടി. അതായിരിക്കും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്
അങ്ങനത്തെ ഒരു സ്വാധീനം അതിനകത്ത് ചെലുത്താനായിട്ട്. രണ്ടാമത്തത്, ഇതിൽ ആര് തോക്കുന്നു? സ്വരാജ് ജയിക്കുമോ? അതെ. സ്വരാജ് തോക്കുമോ എന്ന ചോദ്യം. അതെ. അപ്പോൾ അത് സ്വരാജ് ജയിക്കും എന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? ഈ 26-നെ വല്ലാതെ സ്വാധീനിക്കും. സ്വരാജ് തോറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം, തോറ്റതിൻ്റെ ഭൂരിപക്ഷം അത് ചെറിയ മാർജിനാണ് തോക്കുന്നത് എങ്കിൽ അതും ഈ 2026-നെ സ്വാധീനിക്കും. സ്വരാജ് വൻ ഭൂരിപക്ഷത്തിന് തോറ്റുപോകുന്നു എന്നുവെച്ചാൽ അരേൽ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അതും 2026-നെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ഭരണമാറ്റത്തിന് സഹായകരമായിട്ടുള്ള ഒരു കാറ്റായിട്ടത് കണക്കാക്കപ്പെടുകയും ചെയ്തു. ഇത്രയും വലിയ ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.